നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂനിയർ അസിസ്റ്റന്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് സീനിയർ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്ന ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന മേഖലകൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറയുകയാണ്. PSCയുടെ ഏറ്റവും പുതിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവരെ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ആ മേഖലകൾ പഠിച്ചിട്ട് പോവാം. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന്. നമ്മൾ കുറെ പോർഷൻസ് പറഞ്ഞില്ലേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഹോട്ട് ടോപ്പിക് ആണെന്ന്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നും അതല്ലാതെ ഏതൊക്കെ പഠിക്കണമെന്നും നമുക്ക് നോക്കാം. ഒന്ന്, പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ സംഭാവന. നമ്മൾ സ്ഥിരം പറയുന്നതാണ് യൂറോപ്യൻസിന്റെ വരവ്, അതുപോലെ അവരുടെ സംഭാവന. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പോർച്ചുഗീസുകാരായിരിക്കും എപ്പോഴും ചോദിക്കാൻ സാധ്യത. സംഭാവന വരുമ്പം ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും കൂടുതൽ ചോദിക്കും. പിന്നെ ഡച്ചിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണെന്നായിരുന്നു ചോദ്യം. ഏതാണ് ചോദ്യത്തിന്റെ ആൻസർ? ഓപ്ഷൻ സി ആണ്. ബോൾഗാട്ടി കൊട്ടാരം പണിതത് പോർച്ചുഗീസുകാരല്ല, ബാക്കിയെല്ലാം അവരെ പറ്റി ശരിയാണ്. അപ്പൊ ഏതൊക്കെയാ ശരി? കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. കൊച്ചി, അങ്കമാലി, വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. അതുപോലെ തന്നെ പുകയില, അത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? ആരൊക്കെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. അപ്പൊ ഇവിടെ എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്ന പോയിന്റ് ഏതാണ്? ബോൾഗാട്ടി കൊട്ടാരം ബോൾഗാട്ടി പാലസ് പണിഞ്ഞത് ആരാണ്? ഡച്ചുകാരാണ് കേട്ടോ. അപ്പൊ ഡച്ചുകാരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ബോൾഗാട്ടി പാലസ്. 1744 ഡച്ചുകാരാണ് എന്ത് പണിഞ്ഞത്? ബോൾഗാട്ടി പാലസ് കൊച്ചിയില് പണിഞ്ഞത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ നമ്മൾ എന്താ പഠിക്കേണ്ടത്? പോർച്ചുഗീസുകാരുടെ സംഭാവന, പോർച്ചുഗീസുകാരുടെ വരവ്. 2, തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മി ഭായിയുടെ ചില ഭരണ പരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അപ്പം തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മി ഭായ്, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജാവ്, ചിത്തിര തിരുനാളും പഠിച്ചിട്ട് പോവുക. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കി. മൃഗബലി നിരോധിച്ചു. പിതൃതല അണുകുടുംബ സമ്പ്രദായം ആരംഭിച്ചു. ഇത് കാലക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മൃഗബലി നിരോധിച്ചു, അതിനുശേഷം ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു, തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കി. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, കാരണം നമ്മൾ ഈ വർഷങ്ങള് എല്ലാം പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. അടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടോപ്പിക്കാണ് INC. അതുപോലെ എന്താ പറഞ്ഞത്? എക്സ്ട്രീമിസ്റ്റുകള്, ന്യൂസ് പേപ്പറുകൾ. നോക്കാം. നമുക്ക് INCയിൽ നിന്ന് വന്നിട്ടുള്ളത് പ്രസിഡന്റുമാരാണ്. അതിന്റെ വർഷവും പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷം, പ്രസിഡന്റുമാര് ഹക്കീം അജ്മൽ ഖാന്, അബ്ദുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേൽ. ഇതിനകത്ത് ഒന്നും അറിയാൻ മേത്തർക്ക് ഈ രണ്ടെണ്ണം അറിയാലോ. മഹാത്മാഗാന്ധിയും വല്ലഭായ് പട്ടേലും നമുക്ക് അറിയാം. അപ്പൊ ബാക്കി രണ്ടെണ്ണം എഴുതാൻ ഈസി ആയിട്ട് വരും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹക്കീം അജ്മൽ ഖാൻ 1921. അതുപോലെ അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത് 1923. മഹാത്മാഗാന്ധി 1924. അതുപോലെ വല്ലഭായ് പട്ടേൽ 1931. ഇതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. പ്രൊവിഷണൽ കീ അനുസരിച്ച് ഞാനങ്ങ് പറയുകയാണെ. ഇന്ത്യൻ പത്രം, ന്യൂസ് പേപ്പർ ആണ്. അതിന്റെ സ്ഥാപകരെയും കൊടുത്തിട്ടുണ്ട്. ബംഗാൾ ഗസറ്റ്, സംവാദ് കൗമുദി, ഹിന്ദു പാട്രിയാറ്റ്, മിറാദ് ഉൽ അക്ബർ. ഈ 4 പേപ്പർ ആണ്. ആരൊക്കെയാണ് പത്രാധിപർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. മിറാദ് ഉൽ അക്ബർ, ഫിറോസ് ഷാ മെഹ്ത തെറ്റാണ്. അപ്പൊ മിറാദ് ഉൽ അക്ബർ എന്ന് പറയുന്നത് എന്താണത്? രാജാറാം മോഹൻ റായ് സ്ഥാപിച്ചതും എഡിറ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു പേർഷ്യൻ ഭാഷ ജേണൽ ആണ് കേട്ടോ. മിറാദ് ഉൽ അക്ബർ ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ്. അത് പഠിച്ചിട്ട് പോവാ. ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ബാക്കിയെല്ലാം തന്നെ ശരിയാണ്. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. പാണ്ഡകളെ, 2 അവകാശവാദമാണ്. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായ ചൈന US-ഉം യൂറോപ്പുമായി പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. China announced Panda diplomacy with the USA and Europe as symbols of friendship and goodwill by gifting pandas. അതിന്റെ റീസൺ ആണ് പറയുന്നത്. China announced ping-pong diplomacy to establish official diplomatic relation with the USA and send table tennis team. ഇപ്പൊ 2 കാര്യങ്ങൾ. ഒന്ന് അവകാശവാദം, അതിന്റെ റീസണും പറയാണ്. ഒന്ന് എന്താ പറഞ്ഞത്? പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായി പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. അതിന്റെ കാരണം USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ്-പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഇതിനകത്ത് ഏതൊക്കെയാണ് തെറ്റ്, ഏതൊക്കെ ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്താ? എയും ആറും ശരിയാണ്. എന്നാൽ എയുമായിട്ടുള്ള ഒരു വിശദീകരണം അല്ല 6 കൊടുത്തിരിക്കുന്നത്. രണ്ടും ശരിയാണ്, പക്ഷെ എക്ക് പറ്റിയുള്ള വിശദീകരണം അല്ല 6 കൊടുത്തിരിക്കുന്നത്. അടുത്ത 6, 2023 മെയ് മാസത്തിൽ ഡൽഹിയില് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷൻ ആണ് ജനശക്തി എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് തെറ്റ്? ഒന്ന്, പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 150-ാം എപ്പിസോഡായിരുന്നു ഈ ജനശക്തി എ കളക്റ്റീവ് പവർ. അതുപോലെ എക്സിബിഷൻ ഇന്ത്യയുടെ കലാ വൈവിധ്യത്തെ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. ഇതിനകത്ത് ഏതൊക്കെയാണ് തെറ്റെന്ന് ചോദിച്ചു. ഓപ്ഷൻ എ 1ഉം 4ഉമാണ് തെറ്റ്. 1ഉം 4ഉം. അടുത്ത കൊങ്കൺ താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ഈസി ചോദ്യമാണ്. ഉത്കൽ സമതലം, പടിഞ്ഞാറൻ തീരസമതലം. വെസ്റ്റിലുള്ളത് ഏതൊക്കെയാ? കച്ച്, കൊങ്കൺ, കത്തിയവാർ അല്ലെ? അതിനകത്ത് ഇല്ലാത്തത് എളുപ്പമാണ് കണ്ടെത്താൻ, ഉത്കൽ. അടുത്ത വെസ്റ്റേർലീസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നൊരു ഇത് പറയുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസവും ഡിഗ്രിക്കാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈസ്റ്റേർലീസ്, വെസ്റ്റേർലീസ്, ഇന്ത്യൻ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ലാനിന, എൽനിന തുടങ്ങിയ പ്രതിഭാസങ്ങള്, അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദവുമായിട്ട് റിലേറ്റ് ചെയ്ത കാലാവസ്ഥ ഘടകങ്ങള്, അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ എർത്തിന്റെ സ്ട്രക്ചർ നോക്കണം. അതുപോലെ അന്തരീക്ഷം നോക്കണം. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വെസ്റ്റേർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ നിങ്ങൾ +1 നോക്കി പഠിക്കുക. ഇത് +1 ആണ്, ഇത് +1 ആണ്, ഇതെല്ലാം +1 ടെക്സ്റ്റ് ബുക്ക് ആണ്. ഓപ്ഷൻ എ, ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്കു പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്കോട്ട് വീശുന്നു. ഇത് ട്രേഡ് വിൻഡിന് എതിരായി വീശുന്നു. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന 40s ആയി മാറുന്നു. ഇംഗ്ലീഷ് നോക്കിക്കേ. These winds blow as roaring 40s between the latitude of 40 degree to 50 degree in northern hemisphere. അതുപോലെ തന്നെ മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിന്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വടക്കൻ അർദ്ധഗോളത്തിൽ ഇതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വെസ്റ്റേർലീസ് നോക്കുക, ഈസ്റ്റേർലീസ് നോക്കുക, കാലാവസ്ഥ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങൾ നോക്കുക. അടുത്തത് വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ ഘനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ഡോപ്സൺ യൂണിറ്റ് ആണ്. അടുത്ത ഭൂമിയുടെ ആന്തരിക ഘടന, എർത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നിട്ടാണ്. മെഹറൂബിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്നും വേർതിരിക്കുന്നു. പുറന്തോടിന്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ഇംഗ്ലീഷ് നോക്കുമ്പോൾ മനസ്സിലാവും. കോർ ഈസ് ദ ഡീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻആക്സസിബിൾ സോൺ. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതും ഏറ്റവും ഡീപ്പസ്റ്റും കോർ ആണ്. മാന്റിൽ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് അയൺ ആൻഡ് നിക്കൽ. അയണും നിക്കലും കൊണ്ടാണ്. മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി സെപ്പറേറ്റ് ലോവർ ക്രസ്റ്റ് ഫ്രം മാന്റിൽ. ആവറേജ് ഡെൻസിറ്റി ഓഫ് ദ ഔട്ടർ ക്രസ്റ്റ് ഈസ് 12.3. ഇതിനകത്ത് ഏതൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1ഉം 3ഉം, ഇത് രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 11ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കോതയാർ. ഇത് കേരളത്തിലെ നദികളിൽ നിന്ന് വന്ന ചോദ്യം. അടുത്തത് ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിന് ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1-ന് ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ISRO പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഐഡന്റിഫൈ ദ സയന്റിഫിക് സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ബൈ ISRO on January 1, 2024 to carry out the research in space-based polarization measurement of X-ray emission from celestial sources. ആൻസർ നമ്മൾ ഈ പത്രത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം വെച്ചിട്ടാണ്. നമുക്ക് ISRO ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം കേട്ടോ. കറണ്ട് അഫയേഴ്സ് എക്സ്പോസാറ്റ് എന്നുള്ളതാണ് ആൻസർ. അടുത്തത് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ചോദിച്ചിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലിനായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? വികസന ബാങ്കുകളുടെ റിലേറ്റ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡെവലപ്മെന്റൽ ബാങ്ക്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ RBI, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ബാങ്കിങ് മേഖല, നീതി ആയോഗ് ഒക്കെ സ്ഥിരം ചോദ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. GST ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് പോവാ. പഞ്ചവത്സര പദ്ധതി. അപ്പൊ അവിടെ നിന്നും ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഡെവലപ്മെന്റ് ബാങ്കിനെ പറ്റിയിട്ടാണ്. അപ്പൊ വ്യാവസായിക വികസനത്തിന്റെ ഉത്തേജകങ്ങൾ, അതുപോലെ മൂലധനം, എന്റർപ്രൈസ് മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സംരംഭകർക്ക് ഇടത്തരം ദീർഘകാല ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു, സാമ്പത്തികവും സാമ്പത്തിക ഇതരവുമായ സഹായത്തിന് ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നു. ഇതെല്ലാം വികസന ബാങ്കുകൾ നമ്മുടെ സമ്പദ്ഘടനയിലെ വിടവ് നികത്താൻ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 2ഉം
4 വ്യാവസായിക വികസനത്തിന്റെ ഉത്തേജകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. മൂലധനം, എന്റർപ്രൈസ്, മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകളായിട്ട് പ്രവർത്തിക്കുന്നു. സാമ്പത്തികവും സാമ്പത്തിക ഇതരവുമായ സഹായത്തിനൊരു പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നു. ഇതെല്ലാം വികസന ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അടുത്തത് WTO ടെർമിനോളജി. കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. നമുക്ക് ഇംഗ്ലീഷ് നോക്കുന്നതായിരിക്കും നല്ലത്. WTO terminology. Agricultural subsidies are identified as boxes. So human development issues in developing countries come under. എന്താണ് ചോദ്യം വന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാത്തവർക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പിന്നെ പറയാം. ആൻസർ ഞാൻ പറയാം. ഓപ്ഷൻ ഡി ആണ് S&D ബോക്സ്. 15 വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് രജിസ്ട്രേഡ് ടാക്സ് പേയേഴ്സ് അണ്ടർ GST? ആരൊക്കെയാണ്? അതായത് GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച പ്രസ്താവനകൾ ഏതാണ് ശരി? കാർഡുകളിലേക്കും UPIയിലേക്കും അവർക്ക് പണം അയക്കാം, അടയ്ക്കാം. ഈ ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത്. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2 ആണ് ശരി. ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ വേണോ? വേണ്ട. ഒരു സംസ്ഥാനത്താണെങ്കിൽ 1. 16 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നയം. ഇന്ത്യയില് ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഏകദേശം 20%, 5 മുതൽ 15% വരെ 20%. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കേണ്ടതാണ്. കുറച്ച് ടഫാണ്. അടുത്ത പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ചെല്ലയ്യ കമ്മിറ്റി. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്. സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. അടുത്ത മൗലികാവകാശങ്ങളാണ്. അതിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? മൗലികാവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് ഇതുള്ളത്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ട് പറയുന്നു. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20 ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 325, 76, 368 ഇതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 21 താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. ഓരോ ഭരണഘടനാ ഭേദഗതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 44, 86, 42, 91. ഇതിനകത്ത് 44, 86, 42 നമുക്കറിയാം. 91 ആർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവത്തുള്ളൂ. ഇതിനകത്ത് യോജിക്കുന്ന ഏതൊക്കെയാ? ഓപ്ഷൻ സി ആണ്. അതായത് 44 സ്വത്തവകാശമാണ്, സ്വത്തവകാശമാക്കി മാറ്റിയത്. 86 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 42 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് കൂറുമാറ്റം അല്ല, അത് മാത്രമാണ് തെറ്റിപ്പോയത്. അടുത്ത 22 ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു ആ ഒരു ഇത് പഠിച്ചിട്ട് പോണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഓപ്ഷൻ എ ആണ്. 106-ാം ഭേദഗതി 2023. 23-ാമത്തെ ചോദ്യം ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. 2 ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. 3 ബ്ലാങ്കേറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ഇത് കറക്റ്റ് എല്ലാം പഠിച്ചിട്ട് പോകണമെന്നൊന്നും നിർബന്ധമില്ല എല്ലാവർക്കും. എല്ലാം ശരിയാണെന്നാണ് ആൻസർ. അപ്പം കുറച്ചൊക്കെ കറണ്ട് അഫയേഴ്സ് നല്ല വൃത്തിയായിട്ട് പഠിക്കും, UPSC-ക്കാരൊക്കെ പഠിക്കുന്ന പോലെ. 24 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തെരഞ്ഞെടുപ്പ് ഷുവർ ആണ്, നിങ്ങൾക്ക് ചോദിക്കും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഭരണഘടനയുടെ 15-ാമത്തെ ആർട്ടിക്കിൾ 24 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അതും പൊളിറ്റിക്കൽ പാർട്ടി പഠിച്ചുകൊണ്ട് പോവുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഭരണഘടനയുടെ 15-ാം ആർട്ടിക്കിളിൽ 324 മുതൽ 329 വരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള
ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടക്കൂടിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 5 മുഴുവൻ സമയ കമ്മീഷണർമാരുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. ഇതാണ് ശരി. ഇതിനകത്ത് ശരി ഏതാണെന്ന് ചോദിച്ചു, ഇത് മാത്രമാണ് ശരി. അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതാണ് ശരിയെന്ന് കണ്ടെത്തുക. ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെന്റ് മാനേജർ കഴിവുകളുടെ രണ്ടാം നിരയായ പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KASന്റെ ലക്ഷ്യം. KAS ഓഫീസർ, അതായത് KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ, KAS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KAS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. KASൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനർ ആയിട്ട് കരിയർ ആരംഭിക്കും. അതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം ശരിയാണ്. അടുത്ത 26 1957 കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രോസസിംഗ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കലിൽ നിന്നും സ്റ്റേ ചെയ്യുക. 27 കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണങ്ങളുണ്ട്. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. അടുത്ത 28ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷിന്റെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്. അക്ഷയ എന്ന് പറയുന്നത് ആൻസർ മാത്രം ഞാനൊന്ന് പറയാം. ഓപ്ഷൻ സി ആണ്. അപ്പൊ ആയത് ഏതൊക്കെയാണെന്ന് പറയണ്ടേ. വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ സർക്കാർ മുതൽ മുതിർന്ന പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി ഒരുക്കുന്നു. ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ, സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു. ഇതാണ് ശരിയായിട്ടുള്ളത്. 30 ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണം നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 2005. 31 ഇവിടെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ചേരുംപടി ചേർക്കാനായിട്ട് ഷെഡ്യൂൾ എടുക്കുക, എന്നിട്ട് ചേരുന്നത് എഴുതുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് ഭരണഘടനയുടെ 11ാമത്തെ ഷെഡ്യൂളിനകത്ത് പറയുന്നത് PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. അതോടെ ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ പറയുന്നത് എന്താണ്. ഓപ്ഷൻ എ ആണ്. മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. അടുത്ത ആർട്ടിക്കിൾ 243A ഗ്രാമസഭ, 243K എന്ന് പറയുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 32 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റെഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത്. ഓപ്ഷൻ ഏതാണ്. സി ആണ്. കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. 33 ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും ഒരു പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ഇതാണ് ഓപ്ഷൻ എ മാൻഡമസ്. PMKSY ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. ഏതാണ്. ഓപ്ഷൻ ബി ആണ്. ജലസംരക്ഷണ മാനേജ്മെന്റ് ആണ്. പ്രധാനമന്ത്രി കിസാൻ ശക്തി യോജന. 35 ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി. നമ്മുടെ തൊഴിലുറപ്പിനെ പറ്റിയിട്ടാണ്. MGNREGA 2005 ആരംഭിച്ചു. ഇതിന്റെ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിലുറപ്പ്. പ്രാഥമിക മീൻസ് തുടക്കത്തിലെ ലക്ഷ്യം. ഇതിന്റെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ചിട്ട് സംസ്ഥാന കർഷക തൊഴിലാളികൾക്ക് വ്യക്തമായിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. ഏതൊക്കെയാണ് ശരി. ഓപ്ഷൻ സി ആണ്. മുകളിലുള്ളവ എല്ലാം ശരിയാണ്. വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ലേറ്റസ്റ്റ് ആണ്. അഭ്യർത്ഥന കൊടുത്ത സമയം തൊട്ട് 48 മണിക്കൂറിനകം. അടുത്ത പ്ലേഗിനെ പറ്റിയിട്ട് ഏത് പ്രസ്താവനയാണ് ശരി. ആൻസർ മാത്രം ഞാനങ്ങ് പറയാം. ഓപ്ഷൻ ഡി ആണ്. ഇതും 3ഉം 4ഉം. യെർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് പ്ലേഗ് ഉണ്ടാക്കുന്നത്. ചെള്ളാണ് ഇത് പരത്തുന്നത്. ഇത് രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കും. അടുത്തത് കേരളത്തിലെ ആർദ്രം മിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അതിനകത്ത് ശരി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. കേരളത്തിൽ നിലവിലുള്ള PHCകളെ FHCകളായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതുപോലെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് NCD-CD ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ലക്ഷ്യമിടുന്നത്.
ഫിറ്റ്നസിനും, അതായത് NCD ഒക്കെ അറിയാം, ഷുഗർ, ഡെയിലി ലൈഫ് രോഗങ്ങളാണ്, ലൈഫ് ഡിസീസുകൾ. ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്തത് ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന. എന്താണ് ആൻജിയോജെനിസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്, പുതിയ രക്തക്കുഴലുകളുടെ വികസനം. അടുത്ത വൈറ്റമിൻ എയുടെ കാര്യമാണ്. അതിനകത്ത് ശരിയായിട്ടുള്ളത് എന്താണ്? നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. ഇതിനകത്ത് ശരിയായിട്ടുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. എയുടെ കുറവ് മൂലം എന്താണ്? സിറോഫ്താൽമിയ നിശാന്തതയ്ക്ക് കാരണമാകുന്നു. അടുത്ത 41, പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, only 4. അതായത് മുകളിലുള്ളവ എല്ലാം ശരിയാണെന്നുള്ളതാണ് 4. അതായത് പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡുമാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം ശരിയാണ്. മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പറഞ്ഞില്ല, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മുകളിലുള്ളത് മോശമായിട്ടുള്ള ഭക്ഷണശീലം, ശാരീരിക നിഷ്ക്രിയത്വം, എക്സസൈസ് ഇല്ലായ്മ, തെറ്റായിട്ടുള്ള നമ്മുടെ ശരീര ഭാവങ്ങള്, അസ്വസ്ഥമായ ജൈവഘടികാരം, മെറ്റബോളിസം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലീഷിലോട്ട് നോക്കിയാൽ മതി. ബാഡ് ഫുഡ് ഹാബിറ്റ്, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, റോങ് ബോഡി പോസ്റ്റർ, ഡിസ്റ്റർബ്ഡ് ബയോളജിക്കൽ ക്ലോക്ക് ഓർ മെറ്റബോളിസം കുറഞ്ഞിരിക്കുക. അടുത്തത് പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റ് ഡാഷ് മൂലമാണ് ഉണ്ടാവുന്നത്. ഓപ്ഷൻ എ നൈഗ്ലേരിയ ഫൈലേരി. 44, COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? അതായത് COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഐസൊലേഷൻ ആയിരിക്കും ചോദിച്ചിരിക്കുന്നു. നോക്കട്ടെ. Which of the following statement regarding isolation during COVID-19? It is used for people suffering from COVID-19 symptoms or who have tested positive for the virus. COVID-19 അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയവരോ ആണ് ഐസൊലേഷനിൽ പോയത്. Isolation means being separated from other people, mainly in a medical facility where you can receive clinical care. ഏതൊക്കെയാണ് ഐസൊലേഷനെ പറ്റിയിട്ട് ശരി? അവരെന്താണ് ശരിക്കും മെഡിക്കൽ ഫെസിലിറ്റി നോക്കിയിട്ട് മറ്റാൾക്കാരിൽ നിന്ന് മാറി നിന്നവരായിരുന്നു. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. രണ്ടും ശരി. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്നും ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്നു. നമ്മൾ പറയത്തില്ലേ, നെയിം ദ ഫിനോമിനൻ വേർ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം എ മെറ്റീരിയൽ വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ലൈറ്റ് ഈസ് ഓഫ് സഫിഷ്യന്റ് ഹൈ ഫ്രീക്വൻസി ലൈറ്റ് അടിച്ചിട്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ. ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ഒക്കെ പഠിച്ചിട്ട് പോവാം. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിന്റെ ഘടകവർണ്ണങ്ങളിലേക്ക് മാറ്റുന്ന പ്രതിഭാസത്തിന്റെ പേര് കൊച്ചിലോട്ട് പഠിക്കുന്ന പേരാണ് വിസരണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ? ഓപ്ഷൻ എ ഇൻഫ്രാറെഡ്. ആദിത്യ പഠിച്ചിട്ട് പോവാ കേട്ടോ. ചന്ദ്രയാനും ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റിന്റെ പേരെന്താണ്? ഓപ്ഷൻ സി PSLV C-57. അടുത്ത കെമിക്കൽ ബോണ്ടിങ് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനയാണ്. ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. ആൻസർ മാത്രം പറയട്ടെ. ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അടുത്തത് 50ാമത്തെ ചോദ്യം. ഹീലിയത്തെ സംബന്ധിച്ചിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? അറിയപ്പെടുന്ന ഏതൊരു പദാർത്ഥത്തിന്റെയും ഏറ്റവും കുറഞ്ഞ തിളനിലയാണ് ഹീലിയത്തിന്. അപ്പൊ ഹീലിയത്തിനെ പറ്റിയിട്ട് ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ബാക്കിയൊക്കെ ശരിയാ. അപ്പൊ ശരിയല്ലാത്തത് നോക്കണ്ട, ശരിയായിട്ടുള്ളത് പറയട്ടെ. അറിയപ്പെടുന്ന ഏതൊരു പദാർത്ഥത്തിന്റെയും ഏറ്റവും കുറഞ്ഞ തിളനിലയാണ് ഹീലിയത്തിന്. ഹീലിയം 1 സാധാരണ ദ്രാവകവും ഹീലിയം 2 ഒരു സൂപ്പർ ദ്രാവകവുമാണ്. തണുപ്പിക്കുമ്പോൾ ഹീലിയം ദ്രാവകമായിട്ട് മാറുന്നു. ഇത്രയും ശരിയാണ്. അടുത്ത ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഏതൊക്കെയാണ് ലായകത മീൻസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സോല്യൂബിലിറ്റി ആണ്. എത്രത്തോളം കലങ്ങും എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസസ്വഭാവം ഉണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണം ഉണ്ടെങ്കിൽ +1 ടെക്സ്റ്റ് ബുക്ക് ആണ്, ഇംഗ്ലീഷ് മീഡിയം. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നതായിരിക്കും. ആൻസർ ഞാനങ്ങ് പറയാം, ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 2, 3. അടുത്തത് താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റിന്റെ പേര്? ഓപ്ഷൻ ഡി ആണ്, ഡാനിഷ് സിദ്ദിഖി. അടുത്തത് നമുക്ക് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ നിന്നും ചോദിച്ചിരിക്കുന്നതാണ്. കൂടിയാട്ടം, മോഹിനിയാട്ടം, കേരള നടനം. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള ജോഡി ഓപ്ഷൻ സി ആണ്. കൂടിയാട്ടം മണി മാധവ ചാക്യാർ, കേരള നടനം ഗുരു ഗോപിനാഥ്. അടുത്ത 54. ഇപ്പുറത്ത് നമ്മൾ നോവലും അപ്പുറത്ത് കഥാപാത്രം. അതൊന്ന് നോക്കണം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്. ഇതിനകത്ത് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പ്രധാന അനുബന്ധം ഇതും കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള പൊരുത്തപ്പെടുന്ന ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 54 ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ഭീമൻ 2ാം ഊഴം,
ചേതന ആരാച്ചാർ. മുജീബ് അല്ല, നജീബ് അല്ലേ? അടുത്തത് എഴുത്തുകാരന്റെ പപ്പു അല്ല പപ്പു അവോടയിൽ നിന്ന്. എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് അവരുടെ തൂലികാനാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ലേ ആടുജീവിതമൊക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിനകത്ത് സബ് ക്യാരക്ടേഴ്സും ഒക്കെ നോക്കിയിട്ട് പോവാ. എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് തൂലികാനാമം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 3ഉം 4ഉം. ടി ഉബൈദ് അബ്ദുറഹിമാൻ, വിലാസിനി MK മെഹ്നോൻ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് 56. ഇവിടെ കളികൾ കൊടുത്തിട്ടുണ്ട്, എത്ര കളിക്കാരാണെന്നുള്ളത്. നമ്മൾ പണ്ടോട്ട് പഠിക്കുന്നതല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പോളോ, റഗ്ബി, വോളിബോൾ, ബേസ്ബോൾ. ഇതിനകത്ത് ഓരോ കളിക്കാരും എത്ര പേര് വെച്ചിട്ടുണ്ടെന്ന് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. പോളോ 4, അതുപോലെ റഗ്ബി എന്ന് പറയുന്നത് 15, വോളിബോള് 6, ബേസ്ബോള് 9. അടുത്തത് 57. താഴെ പറയുന്നവയിൽ നിന്നും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതി എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. മോക്ഷപ്രദീപം, ബ്രഹ്മസങ്കീർത്തനം. 2023 നോബൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്താനാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറയുന്നത് കേട്ടോ. അതായത് ഭൗതിക ശാസ്ത്രം പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആനി എൽ ഹുലിയർ. അതുപോലെ രണ്ടാമത്തതും ശരിയാണ്. രസതന്ത്രം കരോലിൻ ആർ, ബർട്ടോസി, മോർട്ടൻ മെന്റൽ, കെ ബാരി ഷാർപ്ലസ്. അതുപോലെ മൂന്നാമത്തത് സാഹിത്യം ജോൺ ഫോസ്. ഇത് മൂന്നും ശരിയാണ്. 59. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട്. തെറ്റായ ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരാണെന്നാണ്. ഓപ്ഷൻ സി ആണ്. ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ ഒറ്റപ്പെട്ട്. ബാക്കി ഫാത്തിമ ബീവി, സീതാറാം ജിൻഡാല്, മിഥുൻ ചക്രവർത്തിക്ക് കിട്ടിയതാണ്. 60. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിന്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? നല്ല ചോദ്യമാണ്, നീളത്തിൽ കിടക്കുക. ഓപ്ഷൻ ഡി ആണ്. ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. അടുത്ത താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഹബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളെക്കാളും ചെലവേറിയതാണ്. ഗേറ്റ് വേകൾ ഡേറ്റ ലിങ്ക് ലെയർ മാത്രം പ്രവർത്തിക്കുന്നു. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇൻ CSV ഫയൽ ദ ക്യാരക്ടർ ദാറ്റ് സെപ്പറേറ്റ് വാല്യൂസ് ഈസ് നോൺ ആസ് ഓപ്ഷൻ ബി ആണ്, ഡെലിമിറ്റർ. അടുത്ത ഇനിഷ്യേറ്റീവ് ഓഫ് കേരള പോലീസ് ഇൻ അസോസിയേഷൻ വിത്ത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷൻ ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പേരൻസ് ഓൺ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഓൺലൈൻ സേഫ്റ്റി. പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ സി കിഡ് ഗ്ലോവ്. ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാ. 64. 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരി ഏതൊക്കെയാണ്? ഇതിന് വളരെ ഉയർന്ന ലേറ്റൻസി ഉണ്ട്. സെക്കൻഡിൽ 20 GB വരെ നെറ്റ്വർക്ക് ഡേറ്റ വേഗത. ഇത് മില്ലിമീറ്ററിൽ തരംഗം സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. അടുത്ത വിവരാവകാശ നിയമമാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരൻ ഒഴികെയുള്ള ഒരു വ്യക്തി കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. അതാണ് മൂന്നാം കക്ഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 66. 2015 ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽ എന്നതിന്റെ അർത്ഥം, ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ, അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാ. ജുവനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി 18 വയസ്സിന് താഴെയുള്ള കുട്ടി. അടുത്ത 67. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ശരി മാത്രമാണ് ഞാൻ പറയുന്നത്. ആൻസർ അങ്ങ് പറയാം. ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയാണ്. അടുത്തത് 68ാമത്തെ ചോദ്യം. 1999 കേരള ലോകായുക്ത നിയമത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോകായുക്ത ലോക്പാൽ നോക്കിയിട്ട് പോണേ. ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ. 1 മാത്രം. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റഫർ ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും നടപടി എടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരം ഇല്ല. അടുത്തത് ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായുള്ള ലൈംഗിക പീഡന നിയമം 2013 സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ 1 മാത്രം. അടുത്തത് 70 ആണ്. ഭരണഘടനയുടെ 105ാം ഭേദഗതി 2021. അതിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. സാമൂഹികമായും വിദ്യാഭ്യാസം 106 പഠിക്കണം,
106, 105 പഠിക്കണം. നമുക്ക് 104 വരെയാണ് കഴിഞ്ഞ വർഷം വരെ തരുന്നത് മെയിൻസിന്. ഇത് രണ്ടും കൂടെ പഠിക്കണേ. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. ഈ മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ഒരുപാട് നാളായി മലയാളമൊക്കെ നോക്കിയിട്ട്, ഇനിയിപ്പോ നോക്കി തുടങ്ങാം. 91 താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ അടിമത്തം, ഐശികം, ആചാനബാഹു. ഏതൊക്കെയാണ് ശരി എന്ന് ചോദിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം, അടിമത്തം മാത്രം. 92 താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. 93 താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മീനിങ് എന്താ? പലതുള്ളി പെരുവെള്ളം. 94 താഴെ പറയുന്നവയിൽ പർവ്വതത്തിന്റെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ എ ആണ്, ചലം. ഗിരി, നഗം, ശൈലം എല്ലാം ആണ്. ജംഗമം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഓപ്ഷൻ ഡി, സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്ന് പറയില്ലേ, അപ്പൊ ജംഗമത്തിന്റെ ഓപ്പോസിറ്റ്. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ഓപ്ഷൻ ഡി ആണ്, കർഷക. കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ആണ്, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുള്ളൂ. നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റും. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതിയാൽ എങ്ങനെയിരിക്കും? ഓപ്ഷൻ എ, വിൺ അധികം തലം. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിന്റെ ശരിയായ സമാസം എന്താണ്? ഓപ്ഷൻ ഡി, കഞ്ചനേർമിഴി. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, തെരുവ്. അപ്പം ഞാൻ ഇംഗ്ലീഷും മാത്സും വിട്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഇതേ രീതിയിലുള്ള കട്ടിയുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മേഖലകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ഇടാമെങ്കിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.